പുതിയ വാർത്തകൾ അനുസരിച്ച് അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള തെരച്ചിൽ അത് അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. തെരച്ചിലിന് കൂടുതൽ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇനി തെരച്ചിലുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ ADGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ വിവരങ്ങൾ ചോരുന്നു എന്നുള്ള ഒരു സംശയം അത് പോലീസ് സേനയ്ക്കകത്തുമുണ്ട് എന്നുള്ളതാണ് വിവരം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിൽ ഇന്നിപ്പോൾ അന്തിമ വിധി ഉണ്ടാകുമ്പോഴും രാഹുലിനായുള്ള തെരച്ചിൽ അത് അന്വേഷണ സംഘം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും. അതായത് ഈ പാലക്കാട് ഉണ്ടായിരുന്ന രാഹുൽ ഇങ്ങനെ ഒരു പരാതി വരികയും അതിൽ FIR രജിസ്റ്റർ ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തതിനു ശേഷം കോയമ്പത്തൂർ വഴി തമിഴ്നാട് വഴിയൊക്കെ കറങ്ങിയാണ് നിലവിൽ കർണാടകത്തിൽ എത്തിയത് എന്നുള്ള ഒരു നിഗമനമൊക്കെ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ ഘട്ടത്തിലും ബാംഗ്ലൂരിലേക്ക് പോലീസ് എത്തുമ്പോൾ അവിടെ നിന്ന് തൊട്ട് പിന്നാലെ രാഹുൽ മാറിപ്പോകുന്നു. അത് എങ്ങനെ എന്നുള്ള സംശയമാണ് നിലവിൽ പോലീസിന് പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി രഹസ്യാത്മകത സൂക്ഷിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ADGP തന്നെ അക്കാര്യത്തിൽ നിർദ്ദേശം നൽകി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ രാഹുലിനെ പിറകെ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. വിപുലീകരിച്ച നിലയിലുള്ള സേനയാണ് ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ പല വഴിക്കായി രാഹുലിനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ വയനാട്ടിലെത്തും എന്നുള്ള അഭ്യൂഹമൊക്കെ ഉണ്ടായിരുന്നു. ജാമ്യ ഹർജി തള്ളുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൽപ്പറ്റ കോടതിയിൽ വന്ന് ഹാജരാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാഹുലിനെ അങ്ങനെ ഹാജരാക്കാൻ അനുവദിക്കില്ല. ഇത്രയും നാൾ തങ്ങളെ കബളിപ്പിച്ച് മുന്നോട്ട് പോയ രാഹുലിനെ പിടികൂടുക എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഈ പോലീസ് ഈ തിരച്ചിൽ ഒക്കെ നടക്കുന്ന ഘട്ടത്തിലും മുൻകൂർ ജാമ്യാപേക്ഷ വിധി പറയുന്നത് വരെ അതിൽ രാഹുലിന് സമയം കൊടുക്കാം എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് പോലീസിൽ അനൗദ്യോഗികമായൊക്കെ ഉണ്ടായിരുന്നത്. കാരണം ആ മുൻകൂർ ജാമ്യാപേക്ഷ വരുന്ന സമയം വരെ മുമ്പോട്ട് പോയാൽ പ്രോസിക്യൂഷനും അത് കോടതിയിൽ വാദിക്കാനുള്ളൊരു കാരണമായി ചൂണ്ടിക്കാട്ടാൻ കഴിയും. കാരണം ജനപ്രതിനിധിയായിട്ട് കൂടി അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ല എന്ന് കോടതിയെ ബോധിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ അങ്ങനെ ഒരു തീവ്രമായ പരിശോധനയൊക്കെ നടക്കുന്നതിനിടയിലും രാഹുൽ പോകുന്നിടത്തോളം പോകട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് വിധി പറയാനിരിക്കെ ഇനി രാഹുലിനെ വിടേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നു. ഒപ്പം തന്നെ അവരുടെ പക്കൽ നിന്ന്, അതായത് അന്വേഷണ സംഘത്തിന്റെ തീരുമാനങ്ങൾ പുറത്ത് എത്തുന്നുണ്ടോ, രാഹുലിന് എത്തുന്നുണ്ടോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രഹസ്യാത്മകത സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് നിലവിൽ കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് എപ്പോൾ വിധി പറയുമോ, ജാമ്യാപേക്ഷ തള്ളുമോ, ആ ഘട്ടത്തിൽ തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതുണ്ടാകും എന്നുള്ളതാണ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഒപ്പം കോടതി ഇക്കാര്യത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് തടയണമെന്ന ആവശ്യം തള്ളുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിലപാട് കോടതി ഇന്നലെ അറിയിച്ചിട്ടില്ല. അതിനർത്ഥം അറസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് കോടതി മൗനാനുവാദം നൽകിയെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റിലേക്ക് ഇന്ന് കടക്കും എന്നും ഒരു സൂചനകളുണ്ട്. ജിൽസി. എന്തായാലും ഇന്ന് വളരെ നിർണായകമായ ദിനമാണത്. രാഹുൽ മാങ്കൂട്ടത്തിലും അന്വേഷണ സംഘത്തിനും മാത്രമല്ല കോൺഗ്രസിനും അതെ ഒരു കൃത്യമായ തീരുമാനം കോൺഗ്രസും എടുക്കേണ്ടതുണ്ട്. അതും ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.